മധ്യ കേരളത്തിൽ മാത്രം വേരുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കോൺഗ്രസ് ജെ എന്ന് പറയുന്നത്. പക്ഷേ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും UDFിൽ വലിയ തരത്തിലുള്ള അവകാശവാദം ഉന്നയിക്കുന്ന പതിവ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലൊക്കെ തന്നെ ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇടുക്കിയിലും കോട്ടയത്തുമൊക്കെ പ്രാപ്തമായ തരത്തിൽ, അതായത് UDFിന് കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ, കോൺഗ്രസിന് കൊടുക്കാൻ കഴിയുന്ന തരത്തിലൊക്കെയുള്ള സീറ്റുകൾ പങ്കുവെച്ച് നൽകിയിട്ടുണ്ട്. അതും വിജയം വരിക്കാൻ കഴിയും എന്നുള്ള സീറ്റുകളിൽ മാത്രമാണ് അത്തരത്തിൽ ഒരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലും ഈ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് കോൺഗ്രസ് ജെ. അതെത്ര കണ്ട് ശ്രമപരമായ ജോലി നടത്തിയാലും വിജയത്തിലാവില്ല എന്ന് ആ പാർട്ടിയിലുള്ളവർക്ക് തന്നെ അറിയാമെങ്കിൽ പോലും UDFിൻ്റെ ഘടകകക്ഷി എന്ന നിലയ്ക്ക് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിൽ ജോസഫ് ഗ്രൂപ്പും പിന്നോട്ടല്ല എന്ന് തന്നെ പറയാൻ കഴിയും. പ്രത്യേകിച്ചും ഇവരുടെ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ്. കോട്ടയത്ത് നിന്ന് മത്സരിക്കുകയും ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു, പാർലമെൻറ്റിലെത്തുകയും ചെയ്തു. പിന്നീട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 10 സീറ്റുകളാണ് ജോസഫ് ഗ്രൂപ്പിന് നൽകിയത്. അതിൽ 2 മാത്രമാണ് വിജയം ഭരിക്കാൻ കഴിഞ്ഞത്. അതായത് 2 നിയമസഭാ സാമാജികന്മാരെ മാത്രമാണ് കേരള കോൺഗ്രസ് ജെ അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് നിയമസഭയിൽ എത്തിച്ചത്. അപ്പോൾ ഈ 8 സീറ്റുകൾ എന്ന് പറയുന്നത് UDFിലെ കോൺഗ്രസിന് കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ പുതിയ വാദം. ഏതെങ്കിലും കാരണവശാൽ പുതിയ ഒരാൾ അല്ലെങ്കിൽ പുതിയ ഘടകകക്ഷിയിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ UDFിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 8 സീറ്റുകൾ അല്ലെങ്കിൽ 10 സീറ്റുകൾ വീണ്ടും പങ്കുവയ്ക്കേണ്ടി വരും എന്നുള്ള ഒരു ബോധം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായി സംസ്ഥാനത്തെ എല്ലായിടങ്ങളിലും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതും എല്ലാ മേഖലകളിലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ട് എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നത്. വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ കോർപ്പറേഷനുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കുമൊക്കെ തന്നെ സീറ്റിനു വേണ്ടി വലിയ തരത്തിലുള്ള ചർച്ചകൾ അവർ നടത്തി. പേരിന് ഒരു സീറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ UDF ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം ജില്ലാ പഞ്ചായത്തിൽ നൽകിയിട്ടുണ്ട്, മുനിസിപ്പാലിറ്റികളിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു മുന്നണി സഖ്യത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിലപേശൽ വേണ്ട. അത് മാത്രവുമല്ല, തിരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരെയും പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊരു നയമാണ് ഈ കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴും കോൺഗ്രസിൻ്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു പുതിയ ഘടകകക്ഷി ആയി ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഘടകകക്ഷിയായി UDFിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പിലെ സീറ്റുകളായിരിക്കും ഒരുപക്ഷെ എടുക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം അത്രയധികം നഷ്ടം വരുത്തി എന്നുള്ളതാണ് കോൺഗ്രസിലെ ചില നേതാക്കന്മാരുടെ പറച്ചിൽ. അത് അവർ പല യോഗങ്ങളിലും അത് പറയാറുമുണ്ട്. കാരണം മധ്യ കേരളത്തിൽ അർഹമായ പ്രാധാന്യം കോൺഗ്രസ് നേതാക്കന്മാർക്ക് കിട്ടാത്തൊരു സാഹചര്യം, പ്രത്യേകിച്ചും സീറ്റ് പങ്കുവയ്ക്കുന്ന സാഹചര്യത്തിൽ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന നിലയ്ക്ക് ജോസഫ് ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ അവകാശവാദം ഉന്നയിക്കുന്നത് മധ്യ കേരളത്തിലാണ്. അപ്പോൾ ആ മധ്യ കേരള ഭാഗത്തെ എന്തെങ്കിലും തരത്തിൽ ഒരു വലിയ വിജയം ഭരിക്കാൻ ജോസഫ് ഗ്രൂപ്പിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ സീറ്റ് കൂട്ടിക്കിട്ടാനോ യാതൊരു സാധ്യതയുമില്ല. ഉള്ള സീറ്റുകൾ ജോസഫ് ഗ്രൂപ്പിന് നഷ്ടപ്പെടാനാണ് സാധ്യത. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരളത്തിലെ ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള സീറ്റിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുന്നത്. പല മുനിസിപ്പാലിറ്റികളും ജോസഫ് ഗ്രൂപ്പായി ഇടഞ്ഞു നിൽക്കുന്നതിനാൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അവരുടെ ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല, സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം സ്ഥിതിഗതികളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ജോസഫ് ഗ്രൂപ്പിനെ തൽക്കാലം പിണക്കണ്ട, ഒപ്പം നിർത്തി മുന്നോട്ട് പോകാം എന്നുള്ള നിലപാടാണ്. മാത്രവുമല്ല, ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം കർഷകരുടെ മേഖലയിൽ, കാർഷിക മേഖലയിൽ, മലയോര മേഖലകളിലൊക്കെ അവരുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് അവർക്ക് വോട്ടുകളുണ്ട്. പ്രത്യേകിച്ചും കർഷകർക്ക് വേണ്ടി വലിയ തരത്തിൽ ശബ്ദമുയർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് PJ ജോസഫ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മലയോര മേഖലയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കോൺഗ്രസിനും ഒപ്പം തന്നെ UDFിനും നേട്ടമായി മാറുമെന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ് തൽക്കാലം ജോസഫ് ഗ്രൂപ്പിനെ പിണക്കാതെ UDFിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതുമാത്രവുമല്ല, ഇന്ന് ഉള്ളതിൽ ഏറ്റവും സീനിയർ നേതാവ് കൂടിയാണ് ജോസഫ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ അംഗീകരിക്കുന്നത്. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, കോൺഗ്രസിന് താല്പര്യമുള്ള കോട്ടയം സീറ്റിൽ ജോസഫ് ഗ്രൂപ്പ് വലിയ വാദങ്ങളൊന്നും ഉന്നയിച്ചില്ല എങ്കിൽ പോലും ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു, ആ സീറ്റ് നൽകാൻ കോൺഗ്രസ് തയ്യാറാകുന്നു. പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു നീക്കം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു പക്ഷേ ജോസഫ് ഗ്രൂപ്പിന് സീറ്റുകളുടെ എണ്ണം കുറയാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം ഇനി
ഇനി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി UDF-ലേക്ക് ഘടകകക്ഷിയായി വരികയാണെങ്കിൽ ആ സീറ്റുകൾ എടുത്തുകൊണ്ട് പോവുക ജോസഫ് ഗ്രൂപ്പിന് അവകാശപ്പെട്ടവയിൽ നിന്നുമായിരിക്കും. അതുകൊണ്ട് തന്നെ തൽക്കാലം ജോസഫ് ഗ്രൂപ്പിനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കളം മാറാൻ സാധ്യതയുണ്ട്. ചർച്ചകൾ വലിയ തരത്തിലേക്ക് മുന്നോട്ട് വരും. ഒപ്പം സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് നഷ്ടപ്പെടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല.